ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. സോ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്താണെന്ന്. ഒബ്ജക്റ്റീവ്സ് ആർ ഓർഗനൈസേഷൻസ് പെർഫോമൻസ് ടാർഗറ്റ്സ് ദ റിസൾട്ട്സ് ആൻഡ് ഔട്ട്കംസ് ഇറ്റ് വാണ്ട്സ് ടു അച്ചീവ്. ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ടാർഗറ്റ്സ് ആണ്. ആ ഓർഗനൈസേഷന് എന്ത് റിസൾട്ടാണോ ഔട്ട്കം ആണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൾ ഓർഗനൈസേഷൻ ഹാവ് ഒബ്ജക്റ്റീവ്സ്. എല്ലാ ഓർഗനൈസേഷനും എന്തുണ്ട്? ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ദേ പ്രൊവൈഡ് മീനിങ് ആൻഡ് സെൻസ് ഓഫ് ഡയറക്ഷൻ ടു ഓർഗനൈസേഷണൽ ആൻഡ് ഓവർ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ വർക്കും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടുവാർഡ്സ് എന്തിനായിരിക്കും? ഒബ്ജക്റ്റീവ്സിന് ടുവാർഡ്സ് ആയിരിക്കും. ദേ ഫംഗ്ഷൻ ആസ് യാർഡ്സ്റ്റിക് ഫോർ ട്രാക്കിംഗ് ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്? അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് അളക്കാൻ പറ്റുക ഒരു അളവുകോലായിട്ട് ആര് ഫങ്ഷൻ ചെയ്യുന്നു? ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻ ചെയ്യുന്നു. ആൻഡ് ദേ ആക്ട് ആസ് ബെഞ്ച് മാർക്സ് ഫോർ ഗൈഡിങ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി. ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെഞ്ച് മാർക്കായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ ഇവാലുവേറ്റിംഗ് ഹൗ ഓർഗനൈസേഷൻ ഈസ് പെർഫോമിങ്. എങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ് ഓർഗനൈസേഷൻ ട്രാൻസ്ലേറ്റ് ദിയർ വിഷൻ ആൻഡ് മിഷൻ ഇൻ ടു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? വിഷൻ അല്ലെങ്കിൽ മിഷൻ. അതാണ് ഏറ്റവും ബ്രോഡായിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എന്തിലേക്കാണ്? ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ സി എ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? സി എ ആണ് നമ്മുടെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. എങ്ങനെ? ഇത്ര സമയം പഠിക്കണം, ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും, ഇൻ്റർ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യും. അപ്പം മെയിൻ എയിം അല്ലെങ്കിൽ മിഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമിനെയാണ് പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓരോ ചെറിയ പ്ലാൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത്. ആസ് സച്ച് ദ ടേം ഒബ്ജക്റ്റീവ്സ് ആർ സിനോണിമസ് വിത്ത് ഗോൾസ്. ഒബ്ജക്റ്റീവ്സും ഗോൾസും നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഒരേ മീനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ചില ഓതേഴ്സ് അതിനെ രണ്ടായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാറുണ്ട്. ഗോൾസ് ആർ ഓപ്പൺ എൻഡഡ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് ഡിനോട്ട് ദ ഫ്യൂച്ചർ സ്റ്റേറ്റ്സ് ഓർ ഔട്ട്കംസ്. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എൻഡഡ് ആണ്. അത് ഫ്യൂച്ചർ സ്റ്റേറ്റിനെ, ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഔട്ട്കമ്മിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് എൻഡഡ് ആട്രിബ്യൂട്ട്സ് ആണ് വിച്ച് ആർ പ്രീസൈസ്, ഓക്കെ, ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ സ്പെസിഫിക് ടേംസിലാണ് ഒബ്ജക്റ്റീവ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഗോൾസും ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദസ് ദ ഒബ്ജക്റ്റീവ്സ് ആർ മോർ സ്പെസിഫിക് ആൻഡ് ട്രാൻസ്ലേറ്റ് ദ ഗോൾസ് ടു ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഗോൾസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ എന്താണ്? സ്പെസിഫിക് ആണ്. ആൻഡ് ദിസ് ഡിസ്റ്റിങ്ഷൻ ഈസ് നോട്ട് മെയ്ഡ് ബൈ സെവറൽ തിയറിസ്റ്റ് ഓൺ ദ സബ്ജക്റ്റ്. അക്കോർഡിംഗ്ലി വി വിൽ ഓൾസോ യൂസ് ദ ടേം ഇൻ്റർചേഞ്ചബിളി. അപ്പോൾ ഗോൾസിനെയും ഒബ്ജക്റ്റീവ്സും നമുക്ക് ചില ആളുകൾ രണ്ടായിട്ടും കാണുന്നുണ്ട്, ചില ആളുകൾ ഒരേപോലെയും കാണുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് മാത്രമേ രണ്ടും ഉള്ളൂ. Then, characteristics of objectives. Objectives should be specific and concrete. Objectives should be measurable and controllable. Okay, objectives എന്തായിരിക്കണം? സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, നമുക്ക് അളക്കാൻ പറ്റിയതായിരിക്കണം, കൺട്രോൾ ചെയ്യാൻ പറ്റിയതായിരിക്കണം. ആൻഡ് ഷുഡ് ഫെസിലിറ്റേറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് മിഷൻ ആൻഡ് വിഷൻ. നമുക്കറിയാം നമ്മുടെ സി എ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെറിയ ചെറിയ പ്ലാൻസ്, ടൈംലി പ്ലാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയ തരത്തിലായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഓർഗനൈസേഷൻസ് ഇറ്റ് ഷുഡ് ഡിഫൈൻ ദ ഓർഗനൈസേഷൻസ് റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് എൻവിറോൺമെൻറ്റ്. നമ്മുടെ അതായത് ബിസിനസ് എൻവിറോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻ, ആ ഓർഗനൈസേഷൻ്റെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കണം എന്ത്? ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഷുഡ് ബി റിലേറ്റഡ് ടു ടൈം ഫ്രെയിം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈം ഫ്രെയിംഡ് ആയിരിക്കണം ഒബ്ജക്റ്റീവ്സ്. ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അതിന് എന്തെന്ന് പറയാൻ പറ്റുക? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ പറ്റുക. ഷുഡ് ബി ചലഞ്ചിങ് ആയിരിക്കണം ആൻഡ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഷുഡ് കോറലേറ്റ് വിത്ത് ഈച്ച് അതർ. ഒബ്ജക്റ്റീവ് ഷുഡ് ബി സെറ്റ് വിതിൻ കോൺസ്ട്രെയിൻസ് ഓഫ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ്. ഇപ്പം നമുക്കറിയാം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും അനുസരിച്ച് നമ്മുടെ ബിസിനസ് എൻവിറോൺമെൻറ്റും മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ short-term and long-term objectives. As a rule, a company's set of financial and strategic objectives ought to include both short-term and long-term performance targets. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുകയാണെങ്കിലും അത് ലോങ് ടേം പ്ലാൻസും ഉണ്ടാവും, ഷോർട്ട് ടേം പ്ലാൻസും ഉണ്ടാവും.
അപ്പോൾ അതേപോലെ തന്നെയാണ് ഒബ്ജക്റ്റീവ്സും ഷോർട്ട് ടേം ഉണ്ട് ലോങ് ടേം ഉണ്ട്. അപ്പം long term objectives. To achieve long term prosperity, strategic planners commonly establish long term objectives in 7 areas. 7 ഏരിയാസിലാണ് പൊതുവെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യാറ്. പ്രോഫിറ്റബിലിറ്റിയിൽ, പ്രൊഡക്ടിവിറ്റിയിൽ, കോമ്പറ്റീറ്റീവ് പൊസിഷൻ, എംപ്ലോയി ഡെവലപ്മെൻറ്റ്, എംപ്ലോയി റിലേഷൻസ്, ടെക്നോളജിക്കൽ ലീഡർഷിപ്പ്, പബ്ലിക് റെസ്പോൺസിബിലിറ്റി. ഈ 7 ഏരിയയിലാണ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിൻ്റെ ആവശ്യം വരുന്നത്. Okay, then short range objectives can be identical to long range objectives if an organization is already performing at the targeted long term level. They serve as steps toward achieving long term objectives. അതായത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ശരിക്കും എന്ത് തന്നെയാണ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിൻ്റെ സെയിം സ്വഭാവം കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ്, പക്ഷെ അത് ഷോർട്ട് ടേമിനാണെന്ന് മാത്രം. അതായത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള സ്റ്റെപ്സാണ് എന്തെന്ന് പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് എന്ത് നമ്മുടെ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ആദ്യം ഫൗണ്ടേഷൻ, ദെൻ ഇൻറ്റർ, ദെൻ ഫൈനൽ. ദെൻ വാല്യൂസ്. എന്താണ് വാല്യൂസ്? നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലിയിലാണെങ്കിലും നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമ്മളിപ്പം കൺട്രി വിട്ട് വേറെ കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ അവരുടേതായ വാല്യൂസ് വേറെ ആയിരിക്കും. അപ്പോൾ ഏതൊരു മനുഷ്യനും അവരുടേതായ ചില വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് വാല്യൂസ്? വാല്യൂസ് ആർ ദ ഡീപ്പ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഗൈഡ് ആൻ ഓർഗനൈസേഷൻസ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. അത് നമുക്ക് പറയാം, നമ്മുടെ വാല്യൂസ് ആണ് നമ്മുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് ആണ് എന്ത് വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷനെയും ആക്ഷനെയും ഗൈഡ് ചെയ്യുന്ന ഡീപ്പ് റൂട്ടഡ് പ്രിൻസിപ്പിൾസ് ആണ് വാല്യൂസ്. Then, values form the omnipresent foundation of each and every decision that the management takes. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഒരു കാര്യം ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വാല്യൂസ് അനുസരിച്ചാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഓർഗനൈസേഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് അത് ഓക്കെ ആവുന്നുണ്ടോ നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. ആൻഡ് എ ഫ്യൂ കോമൺ എക്സാമ്പിൾസ് ഓഫ് വാല്യൂസ് ആർ ഇൻറ്റഗ്രിറ്റി, ട്രസ്റ്റ്, അക്കൗണ്ടബിലിറ്റി, ഹ്യൂമിലിറ്റി, ഇന്നോവേഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ നമുക്കറിയാം, അപ്പം ലീഗൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ലീഗൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ലീഗൽ ബിസിനസ് തന്നെ അവർക്ക് അവരുടേതായ റിലീജിയസ് വാല്യൂസും ഉണ്ടാവും, അല്ലാതെ തന്നെ ഉള്ള വാല്യൂസും കാര്യങ്ങളും ഉണ്ടാവും. കസ്റ്റമറിന് ഇന്ന രീതിയിൽ സർവീസ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, കസ്റ്റമറിനെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതി എന്നുള്ള അങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും അവർ മേക്ക് ചെയ്യുന്ന ഡിസിഷൻസും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ആ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് വാല്യൂസിൻ്റെ ഇമ്പോർട്ടൻസ്? എ കമ്പനീസ് വാല്യൂ സെറ്റ്സ് ദ ടോൺ ഫോർ ഹൗ ദ പീപ്പിൾ ഓഫ് തിങ്ക് ആൻഡ് ബിഹേവ്, എസ്പെഷ്യലി ഇൻ സിറ്റുവേഷൻ ഓഫ് ദിലേമ. അപ്പോൾ വാല്യൂസാണ് ഒരു ഓർഗനൈസേഷൻ്റെ ടോൺ സെറ്റ് ചെയ്യുന്നത്. അതായത് ആ ഓർഗനൈസേഷനിലെ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? വാല്യൂസാണ്. ആൻഡ് എക്സ്പെഷ്യലി ഇൻ സിറ്റുവേഷൻസ് ഓഫ് ദിലേമ, അതായത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? വാല്യൂസാണ്. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഷെയർഡ് പർപ്പസ് ടു ബിൽഡിംഗ് സ്ട്രോങ് ഫൗണ്ടേഷൻ ആൻഡ് ഫോക്കസ് ഓൺ ലോങ്ങവിറ്റി ഓഫ് ദ കമ്പനി സക്സസ്. അപ്പോൾ വാല്യൂസ് ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ലോങ്ങവിറ്റിയിലാണ്. നമുക്കറിയാം, ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവർ മാത്രമേ ഇല്ലീഗൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പം ലോങ് ടേം ആയിട്ടാണെങ്കിലും നമ്മൾ നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്നവർ എന്തിലേ ഫോക്കസ് ചെയ്യത്തുള്ളൂ? ലീഗൽ ബിസിനസ്സിലേ നോക്കത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എന്താ നോക്കുന്നത്? ലോങ്ങവിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. And employees prefer to work with employers' values who values resonate with them, the ones they can relate to in their daily work and personal life. നമുക്കറിയാം, ആസ് എ എംപ്ലോയി, ഇപ്പോൾ നമ്മളൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫേമിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂസും ആ കമ്പനിയുടെ വാല്യൂസും ഏകദേശം മാച്ചിങ് ആയി വരുന്നുണ്ടെന്ന് മാത്രമേ നമുക്കൊരു നല്ലൊരു എൻവിറോൺമെൻറ്റ് കിട്ടത്തുള്ളൂ, വർക്കിംഗ് എൻവിറോൺമെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഒരു ഫേം അല്ലെങ്കിൽ കമ്പനി ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കുമോ എല്ലാം നമ്മൾ നോക്കും. ഓക്കെ, നമ്മുടെ എത്തിക്സിന് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ കമ്പനിയോ അല്ലെങ്കിൽ ഫേമോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് വർക്ക് ചെയ്യാണ്.
ഇപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽസിലൊക്കെ ഒരുപാട് എത്തിക്സിനെതിരായിട്ടുള്ള ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പേഴ്സണലി നമുക്കൊരു വാല്യൂ ഉണ്ടാവും. നമ്മളൊരിക്കലും ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു എത്തിക്സ് ഉണ്ടാവും. അപ്പോൾ അതിനെതിരായിട്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എംപ്ലോയീസ് പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ വാല്യൂസിന് എത്തിക്സിന് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലായിരിക്കും. ദെൻ similarly, majority of consumers say that they would prefer to buy products and services from companies that have a purpose that reflects their own value and belief system. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി സൊസൈറ്റിയോട് കാണിക്കുന്ന ആ ഒരു ഇത് അത് നമ്മൾ എന്ത് ചെയ്യും നോക്കും. ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനീസിനൊക്കെ സെയിൽസ് കൂടാറുമുണ്ട് കുറയാറുമുണ്ട്. അതായത് ആ സമയത്ത് ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമോഷണൽ ഡിഫറൻസ് കമ്പനിയുടെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ കമ്പനി ചെയ്യുന്ന ആ ഒരു അവരുടെ കമ്പനിയുടെ വാല്യൂസും എത്തിക്സും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആ പ്രൊഡക്ട്സ് മേടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊഡക്ട്സ് വാങ്ങിക്കത്തില്ല. Then, hence, values have both internal as well as external implications. അതുകൊണ്ട് തന്നെ വാല്യൂസിന് ഇൻറ്റേർണൽ ഇംപ്ലിക്കേഷൻസും ഉണ്ട്, എക്സ്റ്റേണൽ ഇംപ്ലിക്കേഷൻ. അതായത് ആസ് എ എംപ്ലോയി എന്നുള്ള നിലക്കും നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയുടെ വാല്യൂസും എത്തിക്സും നോക്കും. ആസ് എ കസ്റ്റമർ എന്നുള്ള നിലക്കും നമ്മൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെ വാല്യൂസും എത്തിക്സും നോക്കിയിട്ടാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് അപ്രോച്ചസ് ടു ഡിസിഷൻ മേക്കിംഗ്. There are two approaches for decision making, top down or bottom top. Top-down approach of decision making is when decisions are made solely by leadership at top, that is corporate level of management. Top-down approach എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് എവിടെയാണ്? ടോപ്പിലുള്ള ലീഡർഷിപ്പാണ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഡിസിഷൻ ടേക്ക് ചെയ്യുന്നത്. And it describes a centralized approach to strategy formulation in which the corporate center or head office determines mission and strategic intent, objectives and strategies for the organization as a whole and for all parts. Unit managers are seen as implementers of pre-specified corporate strategies. അതായത് ഇപ്പം ഇതിലൊരു സെൻട്രൽ അപ്രോച്ചാണ് ഉണ്ടാവുക. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഡിസിഷൻ ടേക്ക് ചെയ്യും. അതിന് താഴെയുള്ള മാനേജേഴ്സ് ജസ്റ്റ് എന്താണ്, ഇംപ്ലിമെൻറ്റേഴ്സ് മാത്രമാണ്. അവരെടുക്കുന്ന ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് താഴെയുള്ള മാനേജേഴ്സിൻ്റെ ജോലി. അവർ ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യമായ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് പക്ക സെൻട്രൽ അപ്രോച്ച്. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് അപ്രോച്ചാണ് എന്ത്, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇനി ബോട്ടം അപ്പ് അപ്രോച്ച് എന്താ നോക്കാം. is when all the teams across the levels are given voice in decision making. It is the characteristic of autonomous or semi-autonomous divisions or subsidiary companies in which the corporate center does not conceptualize its strategic role as being directly responsible for determining the mission, objectives or strategies of its operational activities. Bottom up approach എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീംസിനും, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ലോവർ ലെവൽ മാനേജ്മെൻറ്റും എല്ലാ ടീംസിനും ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു വോയിസ് ഉണ്ടാവും, അതായത് ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓട്ടോണമസ് ഓർ സെമി ഓട്ടോണമസ് ഡിവിഷൻസ് ഓർ സബ്സിഡിയറി കമ്പനീസ്. ആ ഡിസിഷൻ മേക്കിംഗ് എന്തിലാണ് പൊതുവെ വരാറ്? ഓട്ടോണമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി ഓട്ടോണമസ് ഡിവിഷൻസിലോ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനീസിലോ ആണ് ഈ ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കാറ്. ഇൻ വിച്ച് ദ കോർപ്പറേറ്റ് സെൻറ്റർ ഡസ് നോട്ട് കൺസെപ്ച്വലൈസ് ഇറ്റ് സ്ട്രാറ്റജിക് റോൾ ആസ് ബീങ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ. അതായത് അവിടെ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നത്? കോർപ്പറേറ്റ് സെൻറ്റർ, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യില്ല, റെസ്പോൺസിബിൾ ആവില്ല. എന്തിനു വേണ്ടിയിട്ട്? അതിന് മിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ, സ്ട്രാറ്റജിക്കോ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചില കമ്പനീസിൽ മൾട്ടി പ്രൊഡക്റ്റ് കമ്പനീസോ അല്ലെങ്കിൽ കുറേ ഡിവിഷൻസ് ഉള്ള കമ്പനീസിലൊക്കെ ചിലപ്പം മെയിനായിട്ടുള്ള ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ബ്രാഞ്ചസൊക്കെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ആ ബ്രാഞ്ച് തന്നെ ഡിസിഷൻ എടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. അതായത് എല്ലാ മാനേജേഴ്സിനും ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻവോൾവ്മെൻറ്റിൽ. ഇതിൽ കോർപ്പറേറ്റ് സെൻറ്റർ എന്തായിരിക്കില്ല, ഡയറക്റ്റായിട്ട് റെസ്പോൺസിബിൾ ആവില്ല. എല്ലാ മാനേജേഴ്സിനും അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ. മറ്റേതിൽ ടോപ്പ് ബോട്ടമിൽ
നമുക്കറിയാം സെൻട്രിക് അപ്രോച്ചാണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് എല്ലാ ഡിസിഷൻസും ടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ്റെ വിഷൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ്. ആൻഡ് ഇറ്റ് മേ പ്രിഫർ ടു ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റർ, കീപ്പിംഗ് തിങ്സ് റീസണബിളി സിമ്പിൾ ആൻഡ് കൺഫൈനിങ് ഇറ്റ് സെൽഫ് ടു പെർസ്പെക്റ്റീവ് ആൻഡ് ബ്രോഡർ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരാൾ ഡിസൈഡ് ചെയ്തിട്ട് അത് നമ്മളെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ സുഖം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്തെടുത്ത ഒരു തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റീസണബിളി എന്തായിരിക്കും? സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് താങ്ക് യു ഓൾ. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.